പ്രോഗ്രാം എന്താണ് സംഭവം? ഇത് ഫസ്റ്റ് ഒരു ലാൻഡ് സ്ലൈഡ് ഡിറ്റക്ഷൻ സെൻസറാണ് വരുന്നത്. അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സോയിൽ മോയ്സ്ചർ, വൈബ്രേഷൻ ആ കാര്യങ്ങളെല്ലാം സെൻസ് ചെയ്തിട്ട് ഇത്ര പെർസെൻറ്റേജിൻ്റെ ഒരു 50-70% മേലെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് അലാറം വരും. ലാൻഡ് സ്ലൈഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അലാറം വരും. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലോ ഫെയിലിയേഴ്സും അതിൻ്റെ പ്രൊട്ടക്ഷൻ മെത്തേഡ്സും ഇൻഡിക്കേറ്റ് ചെയ്യും. നിങ്ങളുടെ പ്രോജക്റ്റ് എന്താണ്? പ്രോജക്റ്റ് ഒരു ആപ്പാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെയിറ്റ് ലോസിനാണോ വെയിറ്റ് ഗെയിനാണോ അതിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആണോ നിങ്ങൾ ചെയ്യുന്നത്? ഇത് കോഡില്ലാതെയാണ് നമ്മൾ ഇവരെല്ലാവരും ഇവരെന്താണ്? തീരെ സൗണ്ടില്ല, പറയും. പേഴ്സൺ ഡിറ്റക്ഷൻ. ഓ ശരി. ഇതെന്താ വെച്ചാൽ ഞങ്ങളൊരു AI മോഡൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ലൈക്ക് ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ, റീഡ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ബേസിക് ആപ്ലിക്കേഷനായിട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പേജ് അപ്ലോഡ് ചെയ്ത് വെച്ചാൽ അത് പ്രെഡിക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ചൂസ് ഫയൽ കൊടുക്കുക, ഇതാണ് ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ എന്നിട്ട് പ്രെഡിക്റ്റ് എന്ന് കൊടുക്കുന്ന ടൈമിൽ ആ നമ്പർ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മോഡൽ കൂടുതൽ വേറെ ആപ്ലിക്കേഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ ആപ്ലിക്കേഷൻ കോഡ് റീഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സെയിം മോഡലിൽ വേറെ ആപ്ലിക്കേഷൻസ് ആയിട്ട് എടുക്കാം. ലൈക്ക് ഞങ്ങൾ മോഡൽ ഉണ്ടാക്കിയിട്ട് ഒരു ബേസിക് ആപ്ലിക്കേഷനാണ് ഈ വെബ്. സോ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ആ മോഡലിനെ ഫർദർ വേറെ ഇതായിട്ട് റൺ ചെയ്യാൻ പറ്റും. എന്താണ് നിങ്ങളുടെ പ്രോജക്റ്റ്? ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് സിറ്റിയാണ്. ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്മാർട്ട് സിറ്റിയാണ്. സ്മാർട്ട് സിറ്റി. അപ്പോൾ അതിന് വേണ്ട എന്താണ് പവറൊക്കെ ഈ പവർ സ്റ്റേഷനിലാണ് എടുക്കുന്നത്. അതിൽ 3 ടൈപ്പുള്ള യൂണിറ്റ്സ് ഉണ്ട്. വിൻഡ് മില്ല്, പിന്നെ സോളാർ, അതേപോലെ തന്നെ ഡാം, ഹൈഡ്രോളിക് പവറൊക്കെ. സിറ്റിക്കുണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ ഇവിടുന്ന്. അപ്പോൾ എല്ലാം പവർ അടക്കം അവിടെ ഉൽപ്പാദിപ്പിക്കണം അല്ലേ? പിന്നെ അതേപോലെ സിറ്റിയിൽ വേണ്ട എന്താണ് പാർക്കിംഗ് ലോട്ടിലേക്കൊക്കെ വേണ്ട സെൻസേഴ്സൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈറ്റ്സൊക്കെ പവർ കൺസ്യൂം ചെയ്തിട്ട് ഈ LDR സെൻസറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നോക്കിയിട്ട് ലൈറ്റ് കത്തിക്കൊക്കെ ട്രെയിന് നല്ല ടെക്നോളജിക്കലായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ. പിന്നെ ഒരു സെൻസറിൻ്റെ സോയിൽ ഡിറ്റക്ട് ചെയ്യണത് എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പാർക്കിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. അത് ഒരു അലർട്ട് മെസ്സേജ് തരും. വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടെ പിന്നെ റീകളർ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് സ്കാൻ ചെയ്തതിന് ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആപ്പാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് സാധാരണ ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് വേറൊരാളോട് ആദ്യം സംസാരിക്കുമ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇനി കറക്റ്റാവും ക്ലാസ്സാണ് വിചാരിച്ചത്. അപ്പോൾ അതൊരു ആളല്ലേ നമുക്ക് കിട്ടും. അപ്പോൾ ഒക്കെ നമുക്ക് പഠിക്കാനും അതേപോലെ നമുക്ക് ഫുള്ളായിട്ട് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ നമ്മളിവിടെ AI ആണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് നമുക്ക് റിപ്ലൈ തരും. പിന്നെ ഇവിടെ കുറേ റോൾ പ്ലേസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചിങ്ങനെ അട്രാക്റ്റ് ആക്കാൻ വേണ്ടി ഗെയിംസ് ഉണ്ട്. ഈ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് ഗെയിംസ് ഉണ്ട്. പിന്നെ ഓരോരോ വേർഡ് യൂസ് ചെയ്യണം, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ലാംഗ്വേജ് നമുക്ക് നമ്മുടെ മലയാളമാണ് മെയിൻ.
സംസാരിക്കാൻ എളുപ്പമാണ് പഠിക്കാനും. അതേപോലെ നമുക്കിപ്പോൾ ഇമെയിൽസ് ഒക്കെ ഇപ്പോൾ നമ്മൾക്ക് പ്ലേസ്മെൻറ്റ്സിന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഇമെയിൽസ് ഒക്കെ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എങ്ങനെ നമുക്ക് ചെയ്യാം, അതൊക്കെ നമുക്കിത് ഇതിനെക്കുറിച്ച് എന്താ സീപ്ലെയിനാണത്. ഇത് നമ്മൾ IoT എനേബിൾഡ് സീപ്ലെയിൻ എന്നാണ് ഇതിനെ പറയാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ESC മൊഡ്യൂൾസും സെർവോ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഫയർ ബേസ് എന്നൊരു ക്ലൗഡിലേക്ക് നമ്മൾ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ ഇത് ഏത് ആൾട്ടിറ്റ്യൂഡിലാണ്, ഏത് റേഞ്ച്